15 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് ഓവർസിയർ വിജിലൻസ് പിടിയിലായി. വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് ഓവർസിയർ കാസർഗോഡ് സ്വദേശി ടി ദീപേഷ് കുമാറിനെയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസ് പിടികൂടിയത്. ഇന്ന് വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ കരിമുകൾ വരിക്കോലിയിൽ നിർമ്മാണം പൂർത്തിയായ 55,000 സ്ക്വയർ ഫീറ്റുള്ള ഗോഡൌണിന് പെർമിറ്റ് നൽകുന്നതിന് 20 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. കാക്കനാട് കളക്ടറേറ്റിന് സമീപത്തേക്ക് പരാതിക്കാരനെ വിളിച്ചു വരുത്തി സ്വന്തം കാറിൽ വെച്ച് പണം കൈപ്പറ്റുകയായിരുന്നു. 5 ലക്ഷം രൂപ പണമായും 10 ലക്ഷം രൂപയുടെ ചെക്കുമാണ് പരാതിക്കാരൻ ഓവർസിയർക്ക് നൽകിയത്. പണം ലഭിച്ച ഉടൻ തന്നെ തടഞ്ഞുവെച്ച ഗോഡൌണിന്റെ അനുമതി പത്രം കാറിൽ വെച്ച് തന്നെ ഓവർസിയർ ലാപ്ടോപ്പിലൂടെ അനുമതി നൽകി. പരാതിക്കാരൻ കാറിൽ നിന്നും ഇറങ്ങിയതോടെ വിജിലൻസ് ഡിവൈഎസ്പി TM വർഗീസിന്റെ നേതൃത്വത്തിൽ കാർ വളഞ്ഞ് പ്രതിയെ കൈയോടെ പിടികൂടുകയായിരുന്നു. ഗോഡൌണിന് പെർമിറ്റ് ഭീമമായ തുക ആവശ്യപ്പെട്ടതോടെ ഗോഡൌൺ ഉടമ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു. പ്രതിയുടെ വീട്ടിലും പഞ്ചായത്തിലും വിജിലൻസ് പരിശോധന തുടരുകയായിരുന്നു. പുത്തൻകുരിശ് പഞ്ചായത്തിൽ ഒരു ഗോഡൗൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗോഡൗണിൽ എന്നുവെച്ചാൽ വലിയ ഗോഡൗണാണ്. 55,000 സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു ഗോഡൗണാണ്. 55,000 15 കോടി രൂപയോളം മുടക്കിയിട്ട് പുള്ളി ചെയ്തിട്ടുള്ള ഒരു ഗോഡൗണാണ്. ആ ഗോഡൗണിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു, കംപ്ലീഷനായി കഴിഞ്ഞിട്ട് നമ്പർ കിട്ടാനായിട്ട് ഇയാളുടെ ഇൻസ്പെക്ഷനായിട്ട് വിളിച്ചതാണ്. ഇയാളെ ഇൻസ്പെക്ഷൻ നടത്തിയ സമയത്ത് പുള്ളി 20 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഈ നമ്പർ ഇട്ട് കിട്ടാൻ പുള്ളിയുടെ അടുത്ത് ഈ ഫയൽ നീങ്ങാൻ 20 ലക്ഷം രൂപയാണ് ചോദിച്ചത്. ഇയാൾ ഓവർസിയറാണ്, ബിൽഡിംഗ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ഓവർസിയർ. അപ്പോൾ ഇയാൾ കാസർഗോഡ് സ്വദേശിയാണ്. ഇവിടെ വന്നിട്ട് ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഇയാൾ 20 ലക്ഷം രൂപ ചോദിച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ഇവർ പിന്നെ ബാർഗൈൻ ചെയ്ത് 15 ലക്ഷത്തിൽ ഉറപ്പിച്ചു. അങ്ങനെ പിന്നെ നമ്മുടെ അടുത്ത് അങ്ങനെ നമുക്ക് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു. ഇയാളുടെ ബാക്കി കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മറ്റെല്ലാം നമ്മൾ വാച്ച് ചെയ്ത് എല്ലാം റെക്കോർഡ് ചെയ്തു. അതും പ്രകാരം 15 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളി ഇന്നലെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ പെൻഡിങ് ആയിട്ട് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ അത് റിട്ടേൺ ചെയ്തു. അതിനുശേഷം ഇന്നത് റീസബ്മിറ്റ് ചെയ്ത് ഇയാളുടെ അടുത്ത് വന്നു. അപ്പം കൃത്യമായിട്ട് പറയുന്നുണ്ട് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ അതനുസരിച്ച് ഇന്ന് പൈസ കൊണ്ടു ഇയാളെ കാണിച്ചതിന് ശേഷം ഇയാളത് പാസ്സാക്കി. ഇവിടെ വെച്ച് തന്നെ അയാളുടെ ലാപ്ടോപ്പിൽ തന്നെ പാസ്സാക്കുന്നു. പൈസ കൊടുക്കും. അത് പുള്ളി എല്ലാ പ്രാവശ്യവും പുള്ളി ഇവിടെയാണ്. പുള്ളിയുടെ വീട് പുള്ളി താമസിക്കുന്നത് ഇവിടെ ഒരു പിന്നെ ബൈബിൾ കോളേജിനടുത്തുള്ള സ്ഥലത്താണ് അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അതിവിടെ വരാൻ വേണ്ടി പറഞ്ഞു. ഇതിന് മുമ്പുള്ള ടോക്കെല്ലാം ഇവർ ഇവിടെയൊക്കെ വെച്ചാണ് ഈ പരിസരത്ത് വെച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്.